ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെന്നുള്ളത് പാലക്കാടുള്ള എ മോട്ടോഴ്സിന്റെ പ്രീ ഓണർ യൂസർ ഷോറൂമിലാണ്. ഈ മാസം അതായത് നവംബർ മാസം ഒരുപാട് നല്ല സ്റ്റോക്ക് ഉണ്ട്, നല്ല കളക്ഷൻ ഉണ്ട്, നല്ല സെലക്ഷൻ ഉണ്ട്. അതായത് ഒരു വാഹനം എടുക്കാൻ വരുന്ന കസ്റ്റമറിന് ആ വാഹനത്തിന് തന്നെ ഇഷ്ടപ്പെട്ടുള്ള നമുക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ മനസ്സിന് പൂർണ്ണ സംതൃപ്തിയോടുകൂടി വാങ്ങാൻ പറ്റുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിൽ തന്നെ ഓട്ടോമാറ്റിക്, മാനുവൽ, പെട്രോൾ, ഡീസൽ എന്നിങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങളുണ്ട്. കളർ വേരിയന്റ് ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത് പോകാം. അതുപോലെ തന്നെ വർഷാവസാനമാണ് ഇയർ എൻഡിങ്ങിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഈ മാസം ഇവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ഒരുപാട് ഓഫേഴ്സ് വേറെ ഉണ്ട്. അതെന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പറുമായിട്ട് കോൺടാക്ട്. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ മാസം ഏതൊക്കെ വാഹനങ്ങളാണ് സ്റ്റോക്ക് ഉള്ളത്, എന്തൊക്കെയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയാം. നമ്മുടെ സ്റ്റോറിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് കാണിക്കമാത ജംഗ്ഷൻ. അതിന്റെ തൊട്ടടുത്ത് ഭാരത് പെട്രോളിയത്തിന്റെ പമ്പ് ഉണ്ട്. അതിനോട് ചേർന്നിട്ടാണ് ഷോറൂം ഉള്ളത്. നമുക്ക് 1 ലക്ഷം രൂപ മുതൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപ ബഡ്ജറ്റിലുള്ള വാഹനങ്ങളാണ് നിലവിൽ ഈ മാസം സ്റ്റോക്ക് ഉള്ളത്. എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഉള്ളും പുറമൊക്കെ വളരെ വിശദമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം താഴെ കമന്റ് ചെയ്യുക. പിന്നെ കൊടുക്കുന്ന വിലയിൽ നിന്ന് മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ പാലക്കാട് നിവാസികളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം വീഡിയോ അവരുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത്. കാരണം ഇത്രയും നല്ലൊരു ക്വാളിറ്റി വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോറൂം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നമ്മൾ പാലക്കാട് അറിഞ്ഞില്ല എന്നുള്ള പരാതിയും കാര്യങ്ങളൊന്നും വേണ്ട, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു കളറാണ് ഈ റെഡ്. അതും ഓട്ടോമാറ്റിക്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇപ്പോൾ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്കാണ്. ഇന്നത്തെ ട്രാഫിക്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഈ പറയുന്ന പോലെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്കാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി പീസ് സ്വിഫ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ. ഈ സ്വിഫ്റ്റ് ഏത് മോഡൽ വരുന്നത്? ഇത് 2019 മോഡൽ VXI ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. എത്ര കിലോമീറ്റർ ഓടി? 62,000 കിലോമീറ്റർ മാത്രം. 62,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. പെട്രോൾ അല്ലേ? പെട്രോൾ. കമ്പനി സർവീസ് എല്ലാം പക്ക. ഈ VXI അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ടയർ കാണാനൊക്കെ കണ്ടീഷൻ ടയർസ്. പിന്നെ അഡീഷണൽ ആയിട്ട് നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഉള്ളും പുറമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. അത് റെഡ് കളറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന ഒരു കളർ കൂടിയാണ്. അപ്പൊ ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് വെറും 6 ലക്ഷം രൂപയാണ്. വെറും 6 ലക്ഷം രൂപ. മാക്സിമം നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ ചെയ്ത് തരും. ഇതിന് നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുമോ? വാറന്റി കൊടുക്കാം. നമുക്ക് എങ്ങനെ വാറന്റി? 6 മന്ത് വാറന്റി കൊടുക്കാം. 3 ഫ്രീ സർവീസും കൊടുക്കാം. 3 ഫ്രീ സർവീസും കൊടുക്കാം. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ പോവുകയും ചെയ്യാം. പുതിയ മോഡലിൽ മാരുതിയുടെ സ്വിഫ്റ്റ് എടുക്കാൻ പോകുന്നവരുടെ ശ്രദ്ധക്ക് ഇപ്പൊ ഇറങ്ങുന്ന സ്വിഫ്റ്റ് ഒക്കെ 3 സിലിണ്ടർ ആണ്. 4 സിലിണ്ടർ വാഹനം, ഒരു പുതിയതുപോലെയുള്ള ഒരു ഷോറൂം കണ്ടീഷൻ വാഹനം നിങ്ങൾ തിരയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സ്റ്റോക്ക് നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് ഏതാ മോഡൽ? 2024 മോഡൽ ZXi. സ്വിഫ്റ്റ് ZXi. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ZXi തന്നെ വരുന്നുണ്ട് അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 20,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വെറും 20,000 കിലോമീറ്റർ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഷോറൂം കണ്ടീഷൻ എന്ന്. കാരണം ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് മാനുവൽ ആണല്ലേ? പിന്നെ അലോയ് വീലും ആൻഡ്രോയിഡ് ക്ലസ്റ്റർ എല്ലാം വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ കീലെസ് എൻട്രി, അലോയ് വീൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ മാത്രം ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 7,50,000 രൂപയാണ്. 750. അതിൽ നമുക്കൊരു മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. മോഡൽ കൂടിയതുകൊണ്ട് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറായ മാത്രം മതി. മാരുതി സുസുക്കിയുടെ റിറ്റ്സ് എന്ന വാഹനം ഒരുപാട് ആളുകൾ നോക്കുന്ന ഒരു വാഹനമാണ്. എൻക്വയറി ഉണ്ട്. നമ്മുടെ അടുത്ത് ഇപ്പൊ ഇത്രയും വാഹനങ്ങൾ ഉണ്ടായിട്ട് ആകെ ഒരെണ്ണം സ്റ്റോക്ക് ഉള്ളൂ. അതും ഡീസൽ. ഈ റിറ്റ്സ് ഏത് മോഡൽ? ഇത് 2009 മോഡല് റിറ്റ്സ് VDI ആണ്. ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. നിലവിൽ കണ്ടീഷൻ വണ്ടിയാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. നിലവിൽ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ചോദിക്കുന്ന പ്രൈസ് 1,80,000 രൂപ മാത്രമാണ്. 1,80,000 രൂപ. ചെറിയൊരു എമൗണ്ട് ആണ് ചോദിക്കുന്നത്. ഡീസൽ വാനാണ്, അങ്ങനെയൊന്നും കിട്ടാനില്ല. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ 2029 വരെ പേപ്പറും ഉണ്ട്. 2029 വരെ പേപ്പറും ഉണ്ട്. അപ്പൊ പിന്നെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. റിന്യൂവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വാനാണ്. സാധാരണ ഇങ്ങനത്തെ മോഡൽ കുറഞ്ഞ വാഹനമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പേപ്പറിന്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊന്നും വേണ്ട, എല്ലാം ക്ലിയർ ആണ്. ഇത് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ അല്ലേ? ഏത് മോഡൽ വരുന്നത്? ഇത് 2008 മോഡൽ LX ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ ഒരു 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം മൈലേജ് നല്ല കണ്ടീഷനാണ്. പിന്നെ ചോദിക്കേണ്ട പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. നമുക്ക് 2028 വരെ പേപ്പർ ഉണ്ട്. 2028 വരെ പേപ്പർ ഉണ്ട്. റിന്യൂവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വാനാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 1,10,000. 1,10,000 ചോദിക്കുന്ന പ്രൈസ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള വാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നാലെ നടക്കേണ്ടി വരില്ല. മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. 2021 മോഡലും 22 രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല മാരുതിയുടെ ഓൾട്ടോ 800 അല്ലേ? VXI പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഓണർഷിപ്പ്
ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടി? 28,000 കിലോമീറ്റർ മാത്രം ഓടി. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസും എല്ലാം പക്ക. എല്ലാം ഉണ്ട്. എവിടെ വേണമെങ്കിലും പോയി ചെക്ക് ചെയ്യാം. നമ്പർ ഐഡി ചെയ്തിട്ടില്ല, എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇത് ലാസ്റ്റ് പ്രൈസ് വരുന്ന ഓൾഡ് 800 ആണ്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല ആൻഡ്രോയിഡ് ക്ലസ്റ്റർ, വോയിസ് കമാൻഡ് എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ അടങ്ങിയിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, കണ്ടീഷൻ ടയർസ്. ഇനി അറിയേണ്ടത് പ്രൈസ് ആണ്. വെറും 3.5 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. 3.5 ലക്ഷം രൂപ. അതിൽ നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? ഒരു 40,000 ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ചോദിക്കുന്നുള്ളൂ. നമുക്ക് വാറന്റി ഉണ്ടോ? വാറന്റി ഉണ്ട്. നമുക്ക് 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസും കൊടുക്കും. ഇത് 2021 മോഡൽ സ്വിഫ്റ്റ്. 2021 മോഡൽ സ്വിഫ്റ്റ്. ഏതാ വേരിയന്റ്? ഇത് VXi ആണ് വേരിയന്റ്. പക്ഷേ ZXi പോലെ ആക്കിയിട്ടുണ്ട്. അഡീഷണൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ്, അതായത് അലോയ് വീല്, നല്ല അലോയ് വീല്, കമ്പനി അലോയ് വീല് ഇട്ടിട്ടുണ്ട്. ആൻഡ്രോയിഡ് ക്ലസ്റ്റർ, റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട്. VXi അല്ല, ZXi തന്നെ പറയാം. ഓക്കേ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? 43 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. എല്ലാ ജെനുവിൻ കിലോമീറ്റർ. മേജർ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല. ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഒരു 6,55,000 രൂപയാണ് ചോദിക്കുന്നത്. 6,55,000 ചോദിക്കുന്നത്. ഇതൊക്കെ ആസ്കിംഗ് പ്രൈസ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. നല്ല രീതിയിൽ മാറ്റി ഞങ്ങളൊക്കെ ഉണ്ടാവും. വാറന്റി കൊടുക്കാം. നമുക്ക് 6 മന്ത് വാറന്റി, 3 ഫ്രീ സർവീസും കൊടുക്കാം. ഇത് 2015 മോഡൽ മാരുതിയുടെ സെലേറിയോ. വേരിയന്റ് ഏതാ? വേരിയന്റ് VXi ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഒരുപാട് ആൾക്കാർ ഓട്ടോമാറ്റിക് ചോദിക്കുന്നുണ്ട്. ഒരുപാട് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ തിരയുന്നവർക്ക് അനുയോജ്യമാണ് ഈ മാസം സ്റ്റോക്ക്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതൊരു 54,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 54,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ജെനുവിൻ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? വെറും 3,50,000 മാത്രമാണ്. 3,50,000 ചോദിക്കുന്നത്. നമുക്കൊരു 40-50 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. വാഹനപ്രേമികൾ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് മാരുതിയുടെ സ്വിഫ്റ്റ്. അതിൽ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് മാരുതിയുടെ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്. ഏതാ മോഡൽ? ഇത് 2018 മോഡല് VXi ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? 98,000 കിലോമീറ്റർ മാത്രം ഓടി. 98,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് ചോദിക്കുന്ന പ്രൈസ് 5,65,000 രൂപയാണ്. 5,65,000 ചോദിക്കുന്നത്. മാരുതിയുടെ ബലേനോ ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ സീറ്റ എന്നുള്ള ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടല്ലേ? ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? ഒരു 39,000 കിലോമീറ്റർ മാത്രം ഓടി. പെട്രോൾ മാനുവൽ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. GT യിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ മാത്രമേ ബാക്കി എല്ലാ പുഷ്പയുടെ അലോയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യും. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഒരു 6,20,000 രൂപയാണ് ചോദിക്കുന്നത്. 6,20,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. ഒരു വർഷം വാറന്റി കൊടുക്കാം. ഒരു വർഷം വാറന്റി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. 7 സീറ്റർ ഡീസൽ വാഹനം അന്വേഷിച്ചിറങ്ങുന്നവർക്ക് പറ്റിയൊരു വാഹനം ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ അടുത്തല്ലേ? ഇത് എർട്ടിഗ VDI ഡീസൽ. ഏതാ മോഡല്? ഇത് 2012 മോഡലാണ്. ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1,43 ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. അത് ഡീസൽ വാഹനമാണ്. അത്യാവശ്യം ഓടുന്നവർ മാത്രമാണ് ഡീസൽ വാഹനം ഇപ്പൊ നോക്കി എടുക്കുന്നത് അല്ലേ? അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയൊരു വാഹനമാണ്. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഒരു 3,70,000 രൂപയാണ് ചോദിക്കുന്നത്. 3,70,000 രൂപ. ഒരു വലിയ വണ്ടിക്ക് ഒരു ചെറിയ എമൗണ്ട്. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 7 സീറ്റർ വാഹനം ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് മാരുതിയുടെ എർട്ടിഗ. അതും CNG. എടുത്തു പറയേണ്ട കാര്യമാണ്. മൈലേജും കാര്യങ്ങളൊക്കെ നോക്കി അത്യാവശ്യം വലിയൊരു ഫാമിലിയൊക്കെ ആണെങ്കിൽ പറ്റിയ വാഹനം അല്ലേ? ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് CNG ഉണ്ടോന്നല്ലേ? അപ്പൊ അവർക്ക് പറ്റിയ വാഹനം, നല്ലൊരു വാഹനം CNG. ഈ എർട്ടിഗ ഏത് മോഡൽ വരുന്നത്? ഇത് 2022 മോഡലാണ്. VXi ആണ് വരുന്നത് ഓപ്ഷൻ. സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. എത്ര കിലോമീറ്റർ? 68,000 കിലോമീറ്റർ മാത്രം ഓടി. 68,000. പെട്രോൾ മാനുവൽ. CNG യൂസ് ചെയ്യാം. പെട്രോളും CNG യൂസ് ചെയ്യാം. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കണ്ടീഷൻ നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട്. നവംബർ മാസം പാലക്കാട് എ മോട്ടോഴ്സിന്റെ പ്രീ ഓണർ യൂസർ ഷോറൂമിൽ ഒരുപാട് ലോ ബഡ്ജറ്റ് വാഹനങ്ങളും അവൈലബിൾ ആണല്ലേ? അപ്പോൾ വണ്ടി ഓടിച്ച് പഠിക്കാനൊക്കെ നോക്കുന്നവർക്കും പറ്റിയ ഒരുപാട് വാഹനങ്ങളുണ്ട്. മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൻ ഏതാ മോഡല്? ഇത് 2011 മോഡല് VXi. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഒരു 86,000 കിലോമീറ്റർ. 86,000. പെട്രോൾ മാനുവൽ കേട്ടൻ VXi. പിന്നെ സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 1,25,000 രൂപ മാത്രമാണ്. 1,20,000. ഇത് 2016 മോഡല് VXi ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? 98,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവൽ. നല്ല മൈലേജ് ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ടല്ലേ?
ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഒരു 3,50,000 രൂപയാണ്. 50,000 രൂപ. 350 ചോദിക്കുന്നത്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ. ഏതാ മോഡൽ? 2012 മോഡൽ VXi ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ ഒരു 81,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും VXi വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല. നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 2,90,000 മാത്രമേ ഉള്ളൂ. 290. ലോ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് ഡിസയർ. ഇത് ടൊയോട്ടോ കമ്പനിയുടെ എത്തിയോസ് ലീവ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡല് എത്തിയോസ് ലീവ VX പെട്രോൾ ആണ്. VX പെട്രോൾ മാനുവൽ ഫുൾ ഓപ്ഷൻ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയിൽ അടക്കം വരുന്ന വാഹനമാണല്ലേ. ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് എടുത്ത് പറയുന്നില്ല. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പേപ്പേഴ്സ് ക്ലിയർ ആണ്. മേജർ ആക്സിഡന്റ് ഇഷ്യൂസ് ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഒരു 59,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വെറും 59,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററി ഉണ്ട്. ഓണർഷിപ്പ് എത്രയാണ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് അല്ലേ. ജെനുവിൻ കിലോമീറ്റർ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഒരു 5,40,000 രൂപ മാത്രമാണ് ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല. ഏതാ മോഡല്? ഇത് 2017 മോഡല് ഡെൽറ്റ എന്നുള്ള ഓപ്ഷൻ ആണ്. ഡെൽറ്റ ഓണർഷിപ്പ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 38,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 38,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ. ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 4-door പവർ വിൻഡോ, ABS എയർ ബാഗ്, പിന്നെ ബാക്ക് വൈപ്പർ, പാർക്കിംഗ് സെൻസർ എല്ലാം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ടയറും കേരള കണ്ടീഷൻ. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ. ഉറപ്പല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ചോദിക്കുന്ന പ്രൈസ് 5,40,000 രൂപ. 5,40,000. ഇതിൽ നമുക്ക് മാക്സിമം ലോൺ കിട്ടും. നമുക്ക് 5 ലക്ഷം വേണമെങ്കിൽ ലോൺ കിട്ടും. 5 ലക്ഷം വരെ നമുക്ക് ലോൺ കിട്ടും. ഒരു 40,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു മീഡിയം ബഡ്ജറ്റിൽ നല്ലൊരു കണ്ടീഷൻ വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. അത്യാവശ്യം മൈലേജും കേരളം കിട്ടുന്ന റെഡിഗോ. ഏത് മോഡല്? ഇത് 2019 മോഡലാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവൽ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും തോന്നുന്നു അല്ലേ. ടയറും കേരളൊക്കെ ഫ്രണ്ടിലത്തെ പുതിയ ടയർ, ബാക്കിലത്തെ കണ്ടീഷൻ ടയേഴ്സ് സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത് ചോദിക്കുന്ന പ്രൈസ് 2,25,000 ചോദിക്കുന്നത്. 2,20,000. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്, അതും ഡീസൽ. ഈ ഒരു ഫേസിൽ ആളുകൾ ഒരുപാട് തിരയുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പൊ ഈ ഒരു സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2014 മോഡല് VDI ആണല്ലേ. ഡീസൽ ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 97,000 കിലോമീറ്റർ മാത്രം. 97,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഡീസൽ വാനാണ്. അത്യാവശ്യം ഓടും. ഇനി ഇതുപോലെ മൈലേജ് കൂടിയ വാഹനങ്ങൾ എടുക്കുന്നത് ഓട്ടം കൂടിയ ആളുകളാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഓട്ടം വരും. അപ്പൊ അതിന് വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 4,25,000 രൂപ മാത്രമാണ്. 4,25,000 ചോദിക്കുന്നത്. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. ലോൺ ചെയ്യാം. മാരുതിയുടെ സ്വിഫ്റ്റ് 2021 മോഡലാണിത്. അതും ഓട്ടോമാറ്റിക്. ഏത് വേരിയന്റ്? ഇത് VXi ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ? 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. 51,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ VXiൽ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലെതറിന്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട് ടയർ പുതിയ ടയറാണ്. ഓക്കെ. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ. നല്ല വണ്ടിയാണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ചോദിക്കുന്ന പ്രൈസ് ഒരു 6,85,000 രൂപയാണ്. 6,85,000 ചോദിക്കുന്ന പ്രൈസ്. അപ്പൊ താല്പര്യമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. മാരുതി സുസുക്കിയുടെ സെലീരിയോ ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡല് VXi ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണല്ലേ. എത്ര ഒരുപാട് ആൾക്കാർ ഓട്ടോമാറ്റിക് ചോദിക്കുന്ന ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഓട്ടോമാറ്റിക് ആണ്. അതും സെലീരിയോ ഫാമിലി സെഗ്മെന്റ് വാഹനം. ഇത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 50,000 കിലോമീറ്റർ മാത്രം ഓടി. കിലോമീറ്റർ. കമ്പനി സർവീസും എല്ലാം പക്കയാണല്ലേ. വേറെ മേജർ ആക്സിഡന്റ് ഇഷ്യൂസ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഒരു 3,85,000 രൂപ മാത്രം. 3,80,000 ചോദിക്കുന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് ഒക്കെ ചെറിയ എമൗണ്ട് കൊടുത്താൽ മതി. സിവിൽ ഇഷ്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നിങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കൂല്ലേ. ഇത് 2018 മോഡൽ. ഇത് 2018 മോഡൽ വേഗണർ VXi. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,17,000 ഓടിയിട്ടുണ്ട്. 1,17,000 ജെനുവിൻ കിലോമീറ്റർ. ഇഷ്ടം കേളൊക്കെ അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഇഷ്യൂസ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഒരു 3,60,000 രൂപ മാത്രം. 3,60,000 ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഈ വാഹനങ്ങളെല്ലാം തന്നെ ലോൺ അവൈലബിൾ ആണ്. ഇത് 2018 മോഡൽ മാരുതിയുടെ സെലേറിയോ ആണ്. ഏതാ വേരിയന്റ്? ഇത് VXi ആണല്ലേ. മാനുവൽ VXi ആണ്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതൊക്കെ ഓട്ടോമാറ്റിക് ആണ്. ഇത് മാനുവൽ. അതായത് ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് അതും ഉണ്ട്, മാനുവൽ വേണ്ടവർക്ക് മാനുവലും ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടി? ഇത് കിലോമീറ്റർ ഒരു 80,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഫാമിലി സെഗ്മെന്റ് വാഹനമല്ലേ. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഒരു 3,85,000 രൂപ മാത്രം ചോദിക്കുന്നു. 3,85,000 രൂപ. ഇത് നിസാൻ കമ്പനിയുടെ മാഗ്നറ്റ് അല്ലേ. ഏതാ മോഡൽ? 2022 മോഡല് മാഗ്നറ്റ്.
വേരിയന്റ് ഏതാ? ഇത് എക്സ്റ്റി എന്നുള്ള വേരിയന്റ് ആണ്. വേരിയന്റ് ഓണർഷിപ്പ് സിംഗിൾ ആണ്. 26,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനല്ലേ? പെട്രോൾ മാനുവൽ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് റിവേഴ്സ് ക്യാമറ, ആൻഡ്രോയിഡ് ക്ലസ്റ്റർ എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,75,000. 5,75,000 ചോദിക്കുന്നത്. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാം. കമ്പനിയുടെ ടിയാഗോ ഏതാ മോഡൽ വരുന്നത്? ഇത് 2016 മോഡൽ എക്സെറ്റ് എന്നുള്ള വേരിയന്റ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 1 ലക്ഷം ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ. പെട്രോൾ മാനുവൽ. ജെന്യൂൻ കിലോമീറ്റർ. ഹിസ്റ്ററിംഗ് ആളൊക്കെ അവൈലബിൾ. മേജർ ആക്സിഡന്റ് ഇല്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസിംഗ് ആളൊന്നും ഇല്ല. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഒരു 3,15,000 രൂപയാണ് ചോദിക്കുന്നത്. 3,15,000. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. ലോൺ ചെയ്യാം. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. 5 വർഷത്തേക്ക് വരെ നമുക്ക് ലോൺ ചെയ്യാം. മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ഏതാ മോഡല്? ഇത് 2016 മോഡൽ LXi ആണ്. ഓണർഷിപ്പ് നിലവില് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? ഒരു 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ വാഹനമാണ്. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. നല്ല ലെതറിന്റെ സീറ്റ് കവേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഉള്ളു നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കണ്ടീഷൻ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 2,60,000 രൂപയാണ്. 260,000 ചോദിക്കുന്നത്. മാക്സിമം ലോൺ കിട്ടില്ല? ലോണും കിട്ടും. ലോ ബജറ്റിൽ നല്ലൊരു കണ്ടീഷൻ വാഹനം നോക്കുന്നവർക്ക് പറ്റിയൊരു വാഹനം ആൾട്ടോ, മാരുതി ഓൾട്ടോ അല്ലേ? ഏതാ മോഡല്? ഇത് 2012 ഓൾട്ടോ LXi. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന വേരിയന്റ് ആണല്ലേ? ഓണർഷിപ്പ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 1 ലക്ഷം ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണ്. ഇത്രയും വർഷമായിട്ട് കൈമാറിയിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നിലവിൽ റണ്ണിംഗ് കണ്ടീഷൻ ആണ്. ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 1,50,000 രൂപ. 1,50,000 ചോദിക്കുന്നത്. ഇത് 2016 മോഡല് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 LXi. ഓണർഷിപ്പ് എത്ര? നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. എത്ര ഓട്ടം? ഒരു 96,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന പെട്രോൾ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ മോഡൽ 2016 ആണല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 2,10,000 രൂപ മാത്രമാണ്. 2,10,000 ചോദിക്കുന്ന പ്രൈസ്. 2013 മോഡല് മാരുതിയുടെ VXi. ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? 56,000 കിലോമീറ്റർ മാത്രമേ. പെട്രോൾ മാനുവൽ ആണ്. അത്യാവശ്യം VXi ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലേ? ഒരു ലോ ബജറ്റിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വാഹനം. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല. ലോ ബജറ്റിൽ നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ഇതിന്റെ പ്രൈസും കാര്യം താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ സ്ക്രീനിൽ നമ്പർ മാറ്റി കോൺടാക്ട് ചെയ്യുക. ഇത് മാരുതിയുടെ വാഗനർ 2017 മോഡൽ 18 രജിസ്ട്രേഷൻ വരുന്നത്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേരിയന്റ് ഏതാ? വേരിയന്റ് LXi. എത്ര കിലോമീറ്റർ ഓടി? ഇത് കിലോമീറ്റർ ഒരു 89 കിലോമീറ്റർ ഓടി. 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3,50,000 രൂപ മാത്രം ചോദിക്കുന്നത്. 3,50,000 ചോദിക്കുന്നത്. 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. 2018 മോഡൽ വാഗനർ VXi ആണ്. ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ? 49,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും VXi വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3,90,000 രൂപ മാത്രം. 3,90,000 ആണ് ചോദിക്കുന്നത്. ഇത് 2018 മോഡൽ വാഗനർ VXi. ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? ഒരു 60,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ പെട്രോൾ മാനുവൽ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 4 ലക്ഷം രൂപ മാത്രം. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല. ഇത് 2014 മോഡൽ മാരുതി ഓൾട്ടോ 800 VXi ആണ്. ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ? 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഒരു 2,10,000 രൂപ മാത്രം. 2,10,000 ലോൺ ചെയ്യാൻ പറ്റില്ല. ലോൺ ചെയ്യാം. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിലും മാറ്റം ഉണ്ടാവും. ഇത് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ഏത് മോഡൽ വരുന്നത്? 2020 മോഡൽ LXi. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ? 35,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 35,000 അല്ല ക്വാളിറ്റിയുള്ള വെഹിക്കിൾ ആണല്ലേ? ജെനുവിൻ കിലോമീറ്റർ. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഫീച്ചേഴ്സ് പറഞ്ഞ എയർ ബാഗ് വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് കസ്റ്റമർ റിവേഴ്സ് ക്യാമറ, ആൻഡ്രോയിഡ് ക്ലസ്റ്റർ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഒരു 3,30,000 രൂപയാണ്. 3,30,000 രൂപ. നമുക്കൊരു ഡൗൺ പേയ്മെന്റ് ഒരു 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ചെയ്യാം. മാക്സിമം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് എല്ലാം ചെയ്യാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ എവിടെ വരുന്നത്? ഷോറൂം വരുന്നത് പാലക്കാട് കാണിക്കമത ജംഗ്ഷനിൽ മോട്ടോർസ് പ്രിയോൺ കാർസ്. ഓക്കെ.